ശ്രീ യുവരാജ് ഗോകുലി, ഈ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് നോക്കൂ, ഒന്നാമത്തെ കാര്യം, വഖഫ് സ്വത്ത് പൊതു സ്വത്താണോ? അല്ല. അത് ഇപ്പോൾ ഒരു മതവിശ്വാസിക്ക് വഖഫ് ചെയ്യണമെന്ന് തോന്നുകയാണ്, മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രോപ്പർട്ടി ദാനം ചെയ്യണമെന്ന് തോന്നിയാൽ അയാളുടെ മതപരമായ ഒരു ആവശ്യമോ ആഗ്രഹമോ എന്നുള്ള നിലയിൽ അത് ദാനം ചെയ്യുന്നു. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ, മതപരമായ ആവശ്യങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ഇതാണല്ലോ ഈ വഖഫ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഒരാൾ മതപരമായ നിലയിൽ ദാനം ചെയ്ത, അല്ലെങ്കിൽ അയാളുടെ മതപരമായ ആവശ്യത്തിന് വഖഫ് ചെയ്ത ഒരു കാര്യത്തിൻ്റെ മാനേജ്മെൻറ്റിന് അയാളുടെ മതത്തിൽപ്പെട്ട ആളുകൾ അതെങ്ങനെയാണോ നിയോഗിക്കേണ്ടത് അതുപോലെ നിയോഗിക്കപ്പെടുക, അതിന് നിയമമുണ്ട്, അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് മറ്റ് മതസ്ഥർ അക്കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ്? നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് എങ്ങനെയാണ് ഗുണകരം? നമുക്ക് ഈ വിഷയം സെറ്റിൽ ചെയ്തിട്ട് ബാക്കി ഏത് വിഷയവും സംസാരിക്കാം. തീർച്ചയായിട്ടും അഭിലാഷേ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നിലധികം ക്ഷേത്രങ്ങളുടെ ഉദാഹരണം തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് കയറി ക്ലെയിം ചെയ്യുന്നു. ഇപ്പോൾ ശ്രീ മുഹമ്മദ് ഷാ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, അതിൽ നിന്നും ഞാൻ താങ്കളുടേക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരാം. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നതാണ്, ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ക്ലെയിം, സിവിൽ ക്ലെയിംസ് നിൽക്കുന്നതെന്ന്. സിവിൽ ക്ലെയിംസ് നിൽക്കട്ടെ, അത് കോടതിയിലല്ലേ, അത് നാട്ടിൽ ഒരുപാട് സിവിൽ ക്ലെയിംസ് അത്തരത്തിൽ നിൽക്കുന്നുണ്ടെന്ന് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇവിടെ ആൾക്കാർക്ക് ഇപ്പം ദേവസ്വം ബോർഡ് ഒരു ഭൂമി തങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നേരെ ദേവസ്വം ബോർഡ് ഓഫീസിൽ വന്നിരിക്കുക എന്നുള്ളതല്ലല്ലോ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. കോടതിയിലേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നേരെ കോടതിയിലേക്ക് പോവുക എന്നുള്ളതല്ലേ. അവിടെയല്ലേ ഡിസ്പ്യൂട്ട് നടക്കുന്നത്, അവിടെയല്ലേ തർക്കം നടക്കുന്നത്, അവിടെയല്ലേ വാഗ്വാദം നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡിന്റെ മുമ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അതിന്റെ പേരെന്താണ്, മുത്താലിന്നോ എന്താണല്ലോ ഇപ്പോൾ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് തന്നെ അതിന്റെ ഉത്തരവുണ്ട്. ഇപ്പോൾ 2013 മുൻപ് വരെയും ഈ പറയുന്ന വഖഫിന്റെ ലാൻഡുകളുടെ സർവേ നടത്തേണ്ടുന്നത് ആരുടെ ഉത്തരവാദിത്വമായിരുന്നു? ഉത്തരവാദിത്വം വഖഫ് ബോർഡിൻ്റെതായിരുന്നു, ഗവൺമെന്റിൻ്റെതായിരുന്നില്ല. പക്ഷെ 2013 അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് ഈ ഇതിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് ഓരോ സ്റ്റേറ്റിന്റെയും ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വഖഫിന്റെ ലാൻഡിന്റെ സർവേ നടത്തുക എന്നുള്ളത്. ഓരോ സ്റ്റേറ്റിന്റെയും ചിലവായിട്ടും ഓരോ സ്റ്റേറ്റിന്റെയും ബാധ്യതയായിട്ടും മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ, 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലേ ഈ പറയുന്ന വഖഫ് ആക്ട് മുഴുവനായിട്ടും റീവാമ്പ് ചെയ്യേണ്ടതാണെന്നും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് റീവാമ്പ് ചെയ്യപ്പെടേണ്ടതാണെന്നും 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നില്ല. പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രൊഫഷണലായി മാനേജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും സച്ചാർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ല. സച്ചാർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളിൽ ട്രാൻസ്പെറൻസി കുറവുണ്ട്, അത് കംപ്ലീറ്റ്ലി ഒന്ന് റീവാമ്പ് ചെയ്യണം, ഓവർഹോൾ ചെയ്യണം എന്നുള്ളതാണ് സച്ചാർ കമ്മിറ്റി 2006 റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, 2008 ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതേ വിഷയവുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്ന് മുമ്പോട്ട് വെച്ചിരിക്കുന്ന സ്റ്റഡീസ് അല്ലെങ്കിൽ റിപ്പോർട്ട്, രാജ്യസഭയിൽ ടേബിൾ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ NDA ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് അവരും കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് നിങ്ങൾക്കത് മുസ്ലിം വിരുദ്ധമായിട്ട് തോന്നിയില്ലേ ശ്രീ മുഹമ്മദ് ഷാ? എനിക്കത് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അന്ന് നിങ്ങളുടെ ഗവൺമെന്റ് ആണല്ലോ, UP ആണല്ലോ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഗൂഗിളിന്റെ കയ്യിൽ വഖഫ് ആക്ട് ഉണ്ടോ? എന്റെ കയ്യിൽ വഖഫ് ആക്ട് മുഴുവനായിട്ട് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ വഖഫ് ആക്ട് മുഴുവനായിട്ട് ഇപ്പൊ എടുത്ത് വെച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പർട്ടിക്കുലർലി ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു വിഷയമാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഫുൾ വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത് 2008 ശ്രീ മുഹമ്മദ് ഷാ 2008 ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മുമ്പോട്ട് വെച്ചിരിക്കുന്ന റിപ്പോർട്ട് തന്നെയല്ലേ, ഓൾമോസ്റ്റ് അത് തന്നെയല്ലേ ഇപ്പോഴും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിനകത്ത് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എതിരഭിപ്രായം എവിടെയാണ് എന്ന് രേഖപ്പെടുത്തണം. അല്ല യുവരാജ്, ഇതിൽ നമ്മളിപ്പോ കുറെ സാങ്കേതികത്വം പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. മൗലികമായ ചോദ്യം ഉണ്ടല്ലോ, അതായത് ഈ വഖഫ് ഭൂമി, ഒരു പള്ളിയുടെ ഭൂമി അല്ലെങ്കിൽ ആ പള്ളിയുടെ ഭാഗമായിട്ടുള്ള അനാഥാലയത്തിന്റെ, മദ്രസയുടെ ഭൂമി, ഇതൊക്കെ വഖഫ് സ്വത്താണല്ലോ. ഇത് പൊതു സ്വത്തല്ല, ഇത് സ്വകാര്യ സ്വത്താണ്. മുസ്ലിം മതസ്ഥർ അവരുടെ ആചാരപരമായ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചതോ സംഭാവന ചെയ്തതോ ആയിട്ടുള്ള സ്വത്താണല്ലോ. അത് പൊതു സ്വത്തല്ല എന്നുള്ള നിലയിൽ കാണേണ്ടതിന് പകരം അത് സ്വകാര്യ സ്വത്താണെന്നിരിക്കെ അതിനെ എങ്ങനെയാണ് ഭരണകൂടം അതിന്റെ ഏജൻസികളാൽ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികളാൽ ഭരിക്കുക എന്ന മൗലികമായ പ്രശ്നമില്ലേ? അത് നാളെ ദേവസ്വത്തിന്റെ കാര്യത്തിലും ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യത്തിലും ഒക്കെ വന്നൂടെ? അപ്പോൾ അമ്പലം അതുമായി ബന്ധപ്പെട്ട ആളുകളും പള്ളികൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും മോസ്കുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തുക എന്നുള്ള നമ്മുടെ മൗലികമായ ആ സങ്കല്പ
പരികൽപ്പനത്തിന് തന്നെ വിരുദ്ധമാകുന്ന വിധത്തിൽ ഒരു ന്യൂനപക്ഷ മതത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളുടെ കാര്യത്തിൽ സർക്കാരിന്റെ, അഡ്മിനിസ്ട്രേഷന്റെ, ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവുന്നു. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതിലേക്ക് വരൂ. അത് ഇന്ത്യയിൽ മാത്രമല്ല അഭിലാഷ് സംഭവിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിൽ GA ഉണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ ഫുൾ ഫോം എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. ഈ സൗദി അറേബ്യയിൽ GA ഉണ്ട്. അതിൻ്റെ അകത്ത് ഉൾപ്പെടെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ പ്രതിനിധികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഈ നോൺ മുസ്ലിം എന്ന് പറയുന്നത് ആരെയാണ്? ഒന്ന് കളക്ടറാണ്, രണ്ട് ആ പ്രാദേശികമായിട്ടുള്ള MP ആണ്. അവരെ മുസ്ലിം ആകാം, മുസ്ലിം ആകാതെ ഇരിക്കാം. അല്ലാണ്ട് രണ്ട് നോൺ മുസ്ലിംസിനെ എടുത്തിടുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടില്ല. ഇനി വേറൊരു കാര്യം, ഞാനൊരു നോൺ മുസ്ലിം അല്ലല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നോൺ മുസ്ലിം വഖഫ് കൗൺസിലിലേക്ക് 3 MP വരും. ആ 3 പേരും നോൺ മുസ്ലിംസ് ആവാം. നോക്കൂ, ഇപ്പോ കേരളത്തിൽ നമുക്ക് ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ദേവസ്വം ബോർഡ് ഭരണം തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വോട്ടവകാശം ഹിന്ദു MLA-മാർക്ക് മാത്രമേ ഉള്ളൂ. ഹിന്ദു MLA-മാർ തീരുമാനിക്കുന്ന, CPM-ലും കോൺഗ്രസിലും നിങ്ങൾക്ക് ഉള്ള സമയത്ത് നിങ്ങളുടെ പാർട്ടിയിലും ഒക്കെ പെടുന്ന ഹിന്ദു MLA-മാർ മാത്രം തീരുമാനിക്കുന്ന സംവിധാനമാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും. അപ്പോഴാണ് നമ്മൾ ഈ വഖഫിന്റെ കാര്യത്തിൽ ഈ വർത്തമാനം പറയുന്നത്. ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ നമ്മളിപ്പോ ഹിന്ദുക്കളായിട്ട് തന്നെ കാണാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റുകാരെ സമ്മതിക്കുമോ? അവിശ്വാസമായിട്ടുള്ള ആൾക്കാര് ഇപ്പൊ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ കയറി അഭിപ്രായം പറയുന്ന സാഹചര്യം അവിടെ നിൽക്കുന്ന, അതവിടെ നിൽക്കട്ടെ. കേട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന അതല്ല. ഈ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ ഈ പറയുന്ന വഖഫ് ബോർഡ് ഉണ്ടല്ലോ, ആന്ധ്ര വഖഫ് ബോർഡ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2013 തോന്നുന്നു പറഞ്ഞിരുന്നത് അഹമ്മദീയർ കാഫിറുകളാണ് എന്നുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അഹമ്മദീയർ എന്ന് പറഞ്ഞാൽ കാഫിറാണ്, അവരെ ഞങ്ങൾ മുസ്ലിമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആരെയൊക്കെയാണ് മുസ്ലിമായിട്ടും നോൺ മുസ്ലിമായിട്ടും കണക്കാക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അകത്തുള്ള വിഷയമാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഈ കാണുന്ന അഹമ്മദിയരായാലും ശരി, ഷിയകളായാലും ശരി, സുന്നികളായാലും ശരി, എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾ നോൺ മുസ്ലിം എന്ന് പറയുമ്പോൾ ആരാണ് നോൺ മുസ്ലിം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതൊക്കെ ഇപ്പൊ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കേരളത്തിൽ എത്ര പള്ളിയുണ്ട്? കോഴിക്കോട് അവരുടെ ഒരു വലിയ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കേരളത്തിൽ ധാരാളം പള്ളികളുണ്ട്. അവർ അവരുടെ ആരാധനാക്രമം അനുസരിച്ച് ജീവിക്കുന്നു. മറ്റ് സെക്ടുകൾ, ഓരോ സെക്ടുകളുണ്ടല്ലോ, അവരുടേതായ ആരാധനാക്രമം അനുസരിച്ച് ജീവിക്കുന്നു, അവരുടെ ആരാധന നടത്തും. അതൊക്കെ വിടൂ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിൽ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷൻ വരിക? മാത്രമല്ല, നോക്കൂ, വഖഫ് ബൈ യൂസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പോ നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ ഈദ്ഗാഹ് എവിടെയെങ്കിലും ഇപ്പോ പുത്തരിക്കണ്ടത്തോ അല്ലെങ്കിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലോ ഒക്കെ ഈദ്ഗാഹ് നടത്തിയുണ്ട് അത് വഖഫ് പ്രോപ്പർട്ടി ആവും എന്നുള്ളതല്ല. മറിച്ച് കാലങ്ങളായിരിക്കുന്ന പള്ളി ഇന്നിപ്പോ ഒരു MP ചൂണ്ടിക്കാണിച്ചു 200 കൊല്ലമായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്ന പാർലമെന്റിന് തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അതിന് വഖഫ് നാമയിൽ അതിന് രേഖയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആ പള്ളി വേണമെങ്കിൽ ഏറ്റെടുക്കാം. അങ്ങനെ പഴയ പള്ളികളാണ്, ഇതിനൊക്കെ രേഖ ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം രേഖ കാണിക്കണം. നമ്മൾ ഈ പറഞ്ഞ 300 കൊല്ലം പഴക്കമുള്ള ഈ പള്ളിയുടെ രേഖ എവിടെ? രേഖ കാണിച്ചാൽ അത് വഖഫാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. ഇല്ലെങ്കിൽ വേണമെങ്കിൽ അത് സർക്കാരിലേക്ക് മുതൽക്കൂട്ടാമെന്ന് പറയുമ്പോൾ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെ കുറിച്ചാണ് യുവരാജ് നമ്മൾ സംസാരിക്കുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലേ അത്? അഭിലാഷേ, ഇതിനകത്ത് എങ്ങനെയാണ് നാളെ ഒരു സമയത്ത് ഒരാൾ പോയിട്ട് നിങ്ങളുടെ രേഖയില്ല അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ട് മാറുന്നത്? കോടതിയില്ലേ? ഇപ്പൊ നോക്കൂ, താങ്കൾ എന്റെ പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഒരു ഇത് വഖഫാണെന്ന് പറഞ്ഞ് ക്ലെയിം നടത്തിയാൽ നമ്മൾ തമ്മിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയി, അത് കേസായി. അതിപ്പോ പള്ളിയുടെ കാര്യത്തിൽ മാത്രമാണോ? താങ്കൾക്കല്ല ഒരു വഖഫ് അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത് കേസ് ഫയലിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഒരു രേഖ കൊണ്ട് കൊടുക്കണ്ടേ? അല്ലാണ്ട് വെറുതെ ഞാൻ കോടതിയിൽ പോയിട്ട് നാളെ അഭിലാഷിന്റെ വീട് എൻ്റെ വീടാണെന്ന് ഞാൻ പോയിട്ട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കേസ് ഫയലിൽ സ്വീകരിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് അങ്ങനെ പോയി പറയാനുള്ള റൈറ്റ് ഉണ്ടോ? എങ്കിൽ പിന്നെ നമുക്ക് നാട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ പാടില്ലേ? ഇനിയിപ്പോ ഞാനൊരു മുന്നാധാരം ഹാജരാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രേഖ ഹാജരാക്കണം, ഞാൻ ടാക്സ് അടയ്ക്കുമായിരുന്നു അല്ലെങ്കിൽ എന്റെ പൂർവികരാരെങ്കിലും നമ്മൾ പറയണം. ആരെങ്കിലും പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേസാവും. അല്ലെങ്കിൽ വഖഫ് സംവിധാനങ്ങൾ തൊട്ടടുത്ത സ്ഥലമൊക്കെ ഇത് ഞങ്ങളുടേതാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമിയാവും എന്നാണ് താങ്കൾ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ക്ലെയിം ചെയ്താൽ അതൊരു ഡിസ്പ്യൂട്ട് അല്ലേ? അത് കോടതിയിൽ സെറ്റിൽ ചെയ്യില്ലെന്നാണ് എന്റെ ചോദ്യം. ഇത് മറ്റുള്ളവർക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഇല്ലെന്നേ.
എനിക്കോ അഭിലാഷിനോ ദേവസ്വം യുവരാജേ, ബോർഡിനോ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ എന്റെ- പള്ളിക്കോ പോയി യുവരാജേ, claim പൊന്നു ചെയ്യാനുള്ള യുവരാജ്, right ഇല്ലേ? ഒരു സെക്കൻഡ് മുഹമ്മദ്, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എന്റെ ഭാര്യ വീട്ടിൽ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ആ യുവരാജേ, കുടുംബക്ഷേത്രം തൊട്ടടുത്തുള്ള ഒറ്റ ക്ഷേത്രം ചോദ്യം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് claim ചെയ്ത് യുവരാജിന്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പേരിൽ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആർക്കും പറ്റും, അതൊക്കെ ആർക്കും പറ്റും, അതൊക്കെ ആർക്കും പറ്റും. അത് അഭിലാഷേ, അത് രേഖകൾ ഹാജരാക്കി ശരി, കോടതിയിൽ തെളിയിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, താങ്കളുടെ ആ കുടുംബക്ഷേത്രം വെറുതെ കോടതിയിൽ പോയിട്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുകയാണോ ചെയ്തത്, അതോ രേഖകളുമായിട്ട് പോവുകയാണോ ചെയ്തത് കോടതിയിൽ? അല്ല, രേഖകളെന്ന് അവകാശപ്പെടുന്നത് മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ താങ്കൾ പറയുന്ന മുന്നാധാരം. താങ്കൾ ഇപ്പോ മലബാറിലൊക്കെ ഉത്തരവുണ്ട്. ഒന്ന്, അത് കോടതിയിലല്ലേ പോയിരിക്കുന്നത്. അതെ. ഇപ്പോ ഈ പറയുന്ന ക്ഷേത്രം കംപ്ലീറ്റ് ചെയ്യട്ടെ. ക്ഷേത്രം പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് ഒരു ക്ഷേത്രം പറഞ്ഞിട്ട് കേസ് എവിടെയാ പോയിരിക്കുന്നത്? കോടതിയിൽ. അല്ലാണ്ട് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ബിയോട് പറയാണ് ഇത് ബി ഇരിക്കുന്ന പ്രോപ്പർട്ടി ഞങ്ങളുടേതാണെന്ന് പറയുമ്പോ ബി പിറ്റേ ദിവസം രാവിലെ ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ ഇത് ഞങ്ങളുടേതാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന സാഹചര്യമല്ലല്ലോ ഇരിക്കുന്നത്. നാട്ടിലൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ മുമ്പിൽ പോയിട്ട് ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത്. വഖഫിനെ സംബന്ധിച്ചിടത്തോളം വഖഫാണ് ഇത് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലല്ല പോകേണ്ടി വരുന്നത്. നിങ്ങൾക്ക് പകരം ഈ വഖഫ് ബോർഡ് മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ് എന്താണ് വഖഫ് ട്രിബ്യൂണൽ